ഇന്ന് ഞാൻ ബേബീനെയും ബോബീനെയും കൂട്ടാണ്ട് ഒരു കല്യാണത്തിന് പോയ കഥയാട്ടോ. രാവിലെ തന്നെ പായസമൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഞാനാണെങ്കിൽ ഇന്ന് പായസം വിൽക്കാൻ പോകുന്നില്ല, നമ്മൾ അനിയൻ പയ്യനെ ഏൽപ്പിക്കുകയാണ്. ഇന്നൊരു സ്പോൺസറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെ, ഈ ഫോട്ടോയിൽ കാണുന്ന ഇവാൻ രാജേഷ് എന്ന് പറഞ്ഞ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. 7ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ച മോന്റെ വകയാണ് ഇന്ന് തിരുനെല്ലിയിൽ എല്ലാവർക്കും പായസം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ മോനെ ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ആശംസകൾ അറിയിക്കാം. ഞാൻ തിരുനെല്ലിയിൽ പോകാത്തത് കൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെ രാവിലത്തെ കാറൊക്കെ എടുത്തിട്ട് ഞാൻ പോയത് നേരെ നമ്മൾ അനീഷേട്ടൻ്റെ അടുത്താണ്. കാറിന് ചെറിയ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് കാണിച്ച് ഞാൻ അനീഷേട്ടൻ്റെ വീട്ടിൽ കാറും വെച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നെ കൂട്ടാനായിട്ട് നമ്മളെ ഷാനിഫും കൂടി വന്നിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് നമ്മുടെ മാനന്തവാടിയിലെ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ പഠിച്ച ഒരു പരിചയം കൂടിയാണ്. അതിലൊരാളുടെ കല്യാണമാണ് ഇന്ന്. റംഷാദ് എന്നാണ് കേട്ടോ പേര്. അങ്ങനെ പയ്യന് പോകേണ്ട കാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് വയനാട്ടിൽ നിന്ന് നേരെ കോഴിക്കോട് ജില്ലയിലേക്ക് പോകണം. ഞങ്ങൾ 4 പേരും കൂടി വേറൊരു കാറിലാട്ടോ പോയത്. കാറിൽ പെട്രോൾ കുറവായതുകൊണ്ട് തന്നെ നേരെ പോയത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിലിരിക്കുന്നവരാണെങ്കിൽ ഹർഷാദും ഷാനിഫും. അങ്ങനെ ഞങ്ങളിതാ തേയില എസ്റ്റേറ്റിന്റെ വഴി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കല്യാണ ചക്കൻ്റെ വീട് വരുന്നത് തരുവണയാണ്. അങ്ങനെ ഞങ്ങൾ വയനാട് ജില്ലയോട് ബൈ പറഞ്ഞ് കോഴിക്കോട് ജില്ലയിലേക്ക്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല ബ്ലോക്കും കൂടിയായിരുന്നു കേട്ടോ. താഴെ ഭാഗത്ത് സൈഡിലുള്ള മരങ്ങളൊക്കെ മുറിച്ച് കയറ്റുന്നത് കൊണ്ടാണ് ഇത്തരം ബ്ലോക്ക് വരാൻ കാരണം. ഏകദേശം 1 മണിക്കൂറോളം ബ്ലോക്കിൽ തന്നെയായിരുന്നു. പിന്നെ അവസാനത്ത് അടിവാരം എത്തിയിട്ടുണ്ട്. അടിവാരത്തുള്ള ഈ ഒരു പള്ളി കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം, മുകളിൽ നിന്നാണെങ്കിലും താഴെ നിന്നാണെങ്കിലും. പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാനായിരുന്നു ഡ്രൈവർ. ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ എത്തുന്നതിന് മുന്നേ തന്നെ ചെക്കനെ വീണ്ടും ഒന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങളുടെ കല്യാണ ആവശ്യത്തിനൊക്കെ മേക്കപ്പ് മാൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കാറിൽ പോയതുകൊണ്ട് തന്നെ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൽ എത്തിയ ടൈം നോക്കുകയാണെങ്കിൽ 2:30 ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും പെണ്ണ് കൂട്ടരൊക്കെ ഫുഡെല്ലാം കഴിച്ച് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് മന്തിയും ബിരിയാണിയും കാട പൊരിച്ചേക്കാം കേട്ടോ. അങ്ങനെ വയർ നിറച്ചെല്ലാം കഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരത്തേക്ക് റെസ്റ്റാണ്. കയ്യിലുള്ള ഐഫോൺ കണ്ടപ്പോൾ ചെക്കനാകെ ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. അവസാനം അവൻ എൻ്റെ ബ്ലോഗും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എവിടെ പോയാലും നമ്മളെ വീഡിയോസ് കണ്ട് പരിചയമുള്ള ആൾക്കാർ എന്തായാലും ഉണ്ടാവും. സ്റ്റേജിൽ പെണ്ണും ചെക്കൻ്റെ ഡാൻസ് ആണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി റെസ്റ്റിലായിരുന്നു. പിന്നെ ഇതാ മന്തി അയച്ചതിൻ്റെ ദാഹത്തിൽ നേരെ പോയിട്ട് ഒരു തേങ്ങ വെള്ളം കൂടി കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേര ഫ്രഷ് എന്ന് പറഞ്ഞൊരു വാട്ടർ. അടിപൊളിയായിരുന്നു. തേങ്ങ വെള്ളം എങ്ങനെയുണ്ടോ അതുപോലെ തന്നെയുണ്ട്. കല്യാണ ചെക്കനും പെണ്ണുത ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങാനായി. അപ്പോൾ അവരോടൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങളും ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കുന്നമംഗലത്തുള്ള ഹെയർ സ്റ്റോറിയിലേക്ക് കേട്ടോ. നമ്മുടെ മേക്കപ്പ് മാൻ മിഥിലാജിന്റെ അളിയന്റെ സലൂണും കൂടി. അവൻ ഞങ്ങളെ കൂട്ടിയിട്ട് പോയിട്ട് എല്ലാവരെയും ഞങ്ങളെ പരിചയപ്പെടുത്തുന്നു. പക്ഷെ എന്നെ പരിചയപ്പെടുത്താൻ മറന്നോ എന്നൊരു സംശയം. അവസാനം കണ്ണാടി നോക്കുമ്പോൾ മുഖത്തിന് എന്തോ ഒരു തിളക്കം കുറവ് പോലെ. പിന്നൊന്നും നോക്കിയില്ല, എന്തായാലും ഹെയർ സ്റ്റോറിയിലേക്ക് വന്നല്ലേ, അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തേക്കാന്ന് കരുതി. അങ്ങനെ നമ്മുടെ മിഥിലാജ് തന്നെ ഡീറ്റ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ഫേസിൽ ചെയ്തിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴുകി കളഞ്ഞിട്ടുണ്ട്. കഴുകി കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ ഇതാട്ടോ. വന്നപ്പോൾ ലുക്കിന്ന് ചെറുതായിട്ടൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് HDFC ബാങ്കിന്റെ കുന്നമംഗലം ബ്രാഞ്ചിന്റെ നേരെ മുകളിലാട്ടോ. ഞങ്ങൾ അവിടുന്ന് വിടുമ്പോൾ തന്നെ ഏകദേശം ഒരു 5:30 ടൈമായിട്ടുണ്ട്. പിന്നെ ഒരു ചായ എല്ലാം കുടിച്ച് പോകുന്ന വഴിക്ക് കുറച്ച് വെളിച്ചെണ്ണ എല്ലാം വീട്ടിലേക്ക് വാങ്ങി തിരിച്ചതാ വീണ്ടും താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ രാവിലെ വെച്ച കാറും എടുത്ത് ഒറ്റയ്ക്ക് ഞാനതാ വീട്ടിലേക്കും പോയി. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ.